നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആകെയുള്ള പ്രതീക്ഷ ലച്ചു മാത്രമാ. എന്നെ കൂടാതെ ഞാനും സ്വാധീനം തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് ലച്ചു മാത്രമാ. സഞ്ജു പോകുന്നത് ചന്ദ്രകാന്തം ലക്ഷ്യമാക്കി തന്നെയാ. സ്വാധീൻ കുടുംബവും ചന്ദ്രകാന്തത്തിലെത്തിയിട്ടുണ്ട്. കൊള്ളാം. കാമുകിയുടെ പിന്നാലെയുള്ള സഞ്ജുവിന്റെ യാത്ര കയ്യോടെ പിടിക്കണം. ലക്ഷ്മി അവസാന നിമിഷം വരെ എനിക്ക് വേണ്ടി പോരാടി. ഒന്നിനും കഴിയാതെ വന്നപ്പോ സ്വാതിയെ നടത്തിച്ച് കൊണ്ടുവരുമെന്ന് വെല്ലുവിളി മുഴക്കി. സ്വാതിയെ നടത്തിച്ചു കളയുമെന്ന് പറഞ്ഞവള് മുഖം ഒളിപ്പിക്കാൻ ഓടുന്ന കാഴ്ച കൂടി എനിക്കിന്ന് കാണണം. മമ്മി ഭയപ്പെടുന്നത് അമ്മുവിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് മംഗലശ്ശേരിക്കാരറിഞ്ഞ അമ്മുവിനെ അവര് മരുമകളായി സ്വീകരിക്കുമെന്ന. അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മമ്മിക്കറിയില്ല. അമ്മുവിന് മാത്രമേ ഇനി എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവൂ. സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ലെന്ന് ലച്ചുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ നിശ്ചയിച്ച വിവാഹത്തിന് 2 നാൾ മുൻപ് എന്റെ സ്വാതിയുടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടണം. സഞ്ജുവിന്റെ താലി സഞ്ജനയുടെ കഴുത്തിൽ വീണ സഞ്ജുവിനെ ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്ന് സഞ്ജനയ്ക്കറിയാം. നീ താമളെ അമ്മയ്ക്ക് ഇതുവരെയും പുറത്തേക്ക് വരാൻ സമയമായില്ലേ? ചേച്ചി ഒന്ന് ക്ഷമിക്ക്. നമ്മളിനി കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ വരൂ. രത്നമ്മ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാം. എല്ലാം വെച്ചോ അച്ഛാ? ഡോർ ലോക്ക് ചെയ്തിട്ട് അമ്മ ഒന്ന് വാ. തിടുക്കപ്പെടാതെ മോളെ. സഞ്ജു ഏത് നേരത്തെ ഇങ്ങോട്ട് വരും. സഞ്ജു എത്തുന്നതിന് മുൻപ് എനിക്കൊന്ന് പോയി കിട്ടിയാൽ മതി. 2 ദിവസത്തിനുള്ളിൽ വീടും പരിസരവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചേക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തറവാട്ടിലായിരുന്നപ്പോ ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്നതല്ലേ. ആരന്വേഷിച്ചു വന്നാലും ഞങ്ങൾ എവിടെയാ പോയെന്ന് പറയരുത്. ഇല്ല സാറേ. പിന്നെ പോകുന്ന എവിടെയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടും ഇല്ലല്ലോ. ഏതോ ഹോസ്പിറ്റലിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, മോള് തിരികെ വരുന്നത് പഴയ ശ്രീകുട്ടി മോളായിട്ട് എനിക്ക് കാണാൻ ദേവി ഭാഗ്യം തരട്ടെ. അങ്ങനെ തന്നെ ചേച്ചി വരും. പക്ഷേ ചേച്ചി ആദ്യം വരുന്നത് ഈ വീട്ടിലേക്കാവില്ല. പോവാ അച്ഛാ. അമ്മ കേറുന്നുണ്ടോ? മോള് കയറിക്കും. എന്താ മോനെ, ഇവിടെ ആരുമില്ല? നിങ്ങളോട് അങ്ങനെ പറയാൻ ആരാ പറഞ്ഞത്? മാറിന്നേ. സ്വാതി, ഞാൻ സത്യം മോനെ പറഞ്ഞത്. അവരെല്ലാം ഇത്തിരി മുമ്പ് ഇവിടുന്ന് പോയി. വീട് നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അവരൊക്കെ മംഗലശ്ശേരിയിലായിരുന്നപ്പോഴും ഞാനല്ലേ വീട് നോക്കിയത്. അപ്പോ പ്രതീക്ഷിച്ചതുപോലെ കാമുകിയെ കാണാനുള്ള വരവാണ്. സഞ്ജു എന്താ പറ്റിയത്? ഇനി എന്ത് പറ്റാനാ? വല്യപ്പച്ചിയും കുടുംബം ചന്ദ്രകാന്തം വിട്ടുപോയി. ഞാൻ എവിടെ പോയത്? നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ആരാ സഞ്ജുവിനോട് ഇത് പറഞ്ഞത്? ഞാൻ സ്വാതിയെ കാണാൻ ചന്ദ്രകാന്തത്തിൽ പോയിട്ടാ വരുന്നത്.
എന്താ സഞ്ജു? അമ്മു സ്വാതി എവിടേക്കാ പോയത്? ഞാനില്ലെങ്കിൽ എത്ര അറിയുന്നു സഞ്ജു. കള്ളം പറയുന്നോ? സഞ്ജു നീ എന്തായി കാണിക്കുന്നേ? സഞ്ജു സഞ്ജു വിടാൻ. നീ അറിയാതെ അമ്മ എവിടെയും പോവില്ല. പറയടാ. ഇവിടെ ആരോട് പറഞ്ഞില്ലെങ്കിലും നിന്നോട് അവളെല്ലാം പറയും. അമ്മ പോയത് എവിടെയാണെന്ന് പറയാതെ നിന്നെ ഞാൻ വിടല. പ്രഭേട്ടനും വല്യേച്ചിയും സ്വാതിയും കൊണ്ട് സ്ഥലം വിട്ടിരിക്കുന്നു. അവരെവിടേക്കാ പോയതെന്നറിയണം. സഞ്ജു സത്യമായിട്ട് സ്വാതി അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. സഞ്ജു ഞാൻ വെടിവിട്ട് നിൽക്ക. എങ്ങനെ ഞാൻ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒളിച്ചു വെക്കാതെ നീ പറയുന്നുണ്ട് രാജു. എവിടെ ഉണ്ടോ സ്വാതി? എനിക്കറിയില്ല സഞ്ജു. മോനെ അവൻ അറിയാൻ പറയില്ലേ? ഇക്കാര്യത്തിൽ നമ്മൾ മൂന്നിനും നിന്റെ കൂടെ നിൽക്കില്ലേ? എന്ത് വില കൊടുക്കും? ഞങ്ങൾക്കും സഞ്ജനയുമായിട്ടുള്ള വിവാദം തടഞ്ഞേ പറ്റൂ. നീയൊക്കെ തടയാൻ പോകുന്നത് എന്റെ ജീവിതം കൂടിയാണ്. എടാ ഇവിടുന്ന് പോയതിനു ശേഷം അമ്മനെ വിളിച്ചിട്ടില്ലടാ. പച്ചക്കളോ നീ എന്നോട് പറയുന്നത്? അറിയാലോ, ഒരിക്കൽ നീ എന്നോടൊരു സത്യം ഒളിപ്പിച്ചു വെച്ചവനാ. നീ മാത്രമല്ല, ഇവർ രണ്ടുപേരും അതിനെ ചെയ്ത്. അമ്മു നിന്നെ വിലക്കിയിട്ടുണ്ട്. സഞ്ജു ഇല്ലടാ, ഞാനങ്ങനെ ചതിക്കില്ല. സ്വാതിയാ അമ്മുവിനെ വിലക്കിയിട്ടുള്ളത്. സ്വാതി അകലാനല്ല അമ്മ ആഗ്രഹിക്കുന്നത്. അതെ സഞ്ജു, അവൾ ശ്രമിക്കുന്നത് നിങ്ങൾക്കിടയിൽ അകൽച്ച വരാതിരിക്കാനാണ്. സഞ്ജു ദാ ട്രീറ്റ്മെന്റുമായിട്ടുള്ള സ്റ്റേറ്റ്സിലേക്ക് പോയതാവോ? ദിനേശൻ എന്താ ഈ പറയുന്നത്? അമ്മന് പാസ്പോർട്ട് പോലും ഇല്ല. എനിക്ക് തോന്നുന്നത് അമ്മ വരെ സിദ്ധിമുത്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാ. അതിനാ സാധ്യത കാണുന്നത്. ഇപ്പാള് വിശ്വസിക്കുന്നത് സിദ്ധിമുത്തിക്ക് സ്വാതിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നാ. എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങി കിട്ടിയാ മതി. ഓഹോ, അങ്ങനെ ഈ കല്യാണം മുടങ്ങിയാൽ പിന്നെ ആ പെണ്ണ് ജീവനോടുണ്ടാവില്ലടാ. സഞ്ജന എന്റെ മകൾക്ക് സമം. നിനക്കൊക്കെ ഈ കല്യാണം മുടക്കി സഞ്ജനയുടെ മരണം കാണുന്നു അല്ലടാ. നിനക്കിത് ഞാൻ തന്നത് നീ ഈ വീട്ടിലെ പണിക്കാരനാണെന്ന് ഓർമ്മിപ്പിക്കാനാ. കോടികൾ ആസ്തിയുള്ള ആഗ്നേയ ഗ്രൂപ്പിന്റെ ഫ്യൂച്ചർ CEO ആകാനുള്ള പെണ്ണിന്റെ കല്യാണം മുടക്കുമെന്ന് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? കുടുംബകാര്യങ്ങളിൽ കയറി ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വീട്ടുപണിക്കാർക്ക് ഇനി ഈ വീട്ടിലുണ്ടാവില്ല. അത് നീ ഓർത്തു വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.